ഹായ് ഓൾ എന്ന് നമ്മൾ ഉപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഉച്ച ടൈം ആയിക്കൊണ്ട് എത്തപ്പെട്ടെ. രാവിലെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ക്ഷീണമൊക്കെ മാറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം തള്ളി മറിഞ്ഞിരുന്നു കേട്ടോ. എല്ലാവരും കളിയാക്കലുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് ഒന്ന് എത്തി നോക്കാമെന്ന് വെച്ചു. എല്ലാവരും കൂടെ കൂടുമ്പോൾ കൗണ്ടറുകളൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ എത്തി നോക്കിയപ്പോൾ അവിടെ കൊക്കവട ഉണ്ടാക്കുകയാണ്. ഇവിടെ വലിയ വലിയ കൈകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് എസ്കേപ്പായി. അധികം നേരം നിന്നാൽ പണി കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ മെല്ലെ അങ്ങോട്ട് നടന്ന് നീങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. ഇങ്ങനെ പൊരിക്കടികൾ മാത്രമാണ് ഒന്നുണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ അത് കൊമ്പത്ത് കയറിയിരിക്കുന്നത്. വല്യമാരുടെ ഒരു ഭാഗത്ത്, കുട്ടികളൊരു ഭാഗത്ത്, ഞങ്ങൾ കുട്ടികൾ, ഞങ്ങൾ കുട്ടികളാണ്. അതിനെ കണ്ണിൽ വെക്കണില്ല. എന്താ പിന്നെ അത് പായലും പൂപ്പലും പച്ചപ്പപോലെ. അങ്ങനെ 5 മണിക്ക് നമ്മൾ ദിക്റ് ചൊല്ലാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ കറക്റ്റ് ടൈമിങ്ങിന് വരുന്ന ഇക്കാക്കന്മാരാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ അറിയണമെന്നില്ല, ഇവൻ എന്നെ കാര്യമായിട്ട് വന്നല്ലോ. ഈ ആണ്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ പേരക്കുട്ടികളാണ് ആണ്ട് നടത്തുന്നത് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഷെയർ ഇട്ടെടുത്ത് ആണ്ട് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ പേരക്കുട്ടികൾ. പിന്നെ എൻ്റെ ഉപ്പപ്പാനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പാലത്ത് എൻ്റെ ഉപ്പപ്പ ചെല്ലി കുത്തിരിക്കൊണ്ട് ദിക്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ അതൊക്കെ പഠിച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലേ ഇതൊക്കെ വേണ്ടില്ലായിരുന്നു. ഇത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. നിങ്ങളെപ്പോലെ കള്ളത്തി നോൽമ്പ് നോൽക്കൂലെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പരിപാടി ഇവിടെ തുടങ്ങിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ഒരു ദിക്റ് ഇപ്പപ്പാൻ്റെ വായിൽ നിന്ന് എപ്പോഴും കേൾക്കാം നോമ്പായിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാനത് പഠിച്ചതെന്ന് വേണമെങ്കിൽ പറയാം.